അത് സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നടയടച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടയടച്ച നടപടി സുപ്രീം കോടതി വിധിയുടെ നഗ്നമായുള്ള ലംഘനമാണ്. ഇത് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കലാണ്. ജുഡീഷ്യറിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത്തരമൊരു നടപടി സ്വീകരിച്ചത് സംബന്ധിച്ച് കോടതിയലക്ഷ്യ നടപടിക്ക് അദ്ദേഹത്തെ വിധേയമാക്കേണ്ട വിധത്തിലുള്ള കുറ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ശബരിമലയിൽ എല്ലാ പ്രായപരിധിയിലുംപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന സുപ്രീം കോടതി വിധി അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വമാണ് തന്ത്രിക്കും ദേവസ്വം ബോർഡിനുമുള്ളത്. മാത്രമല്ല, തന്ത്രി ഇതിൽ സുപ്രീം കോടതിയിൽ കക്ഷിയുമാണ്. അങ്ങനെയുള്ള തന്ത്രിയുടെ ഭാഗത്താണ് ഭരണഘടനാ ലംഘനം നടക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗൗരവമായി കാണേണ്ടുന്നൊരു കാര്യമാണ്. ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നടപടി സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഗൗരവമായി ഇടപെടുകയും നിയമപരമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അവസ്ഥ ആരെയും അനുവദിക്കാൻ പാടില്ല. സുപ്രീം കോടതി വിധി സതുദ്ദേശപരമായിട്ടുള്ളൊരു വിധിയാണ്. അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്, തന്ത്രിക്കുണ്ട്, ഗവൺമെൻറ്റുണ്ട്. ഈ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സുപ്രീം കോടതി വിധി ലംഘിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് എല്ലാ പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന വിധി വന്നിട്ട് സെപ്റ്റംബർ 28-നുണ്ടായ ഒരു വിധിയാണ്. പല ഘട്ടങ്ങളിലും സ്ത്രീകൾ അവിടെ കയറാൻ ശ്രമിച്ചെങ്കിലും തടസ്സങ്ങൾ കാരണം അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. സായുധ പോലീസിന്റെ അകമ്പടിയോടുകൂടി സംഘർഷമുണ്ടാക്കി അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നൊരു വാശി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് അവിടെ വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, ഏതെങ്കിലും സ്ത്രീ വരാൻ സന്നദ്ധമായാൽ അവരെ തടസ്സപ്പെടുത്താതിരിക്കുക എന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇപ്പോൾ 2 സ്ത്രീകൾ ഏതോ രീതിയിൽ അവിടെ ദർശനം നടത്തി എന്നുള്ളത് പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഏതെങ്കിലും സ്ത്രീകളവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വരട്ടെ എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. അതിനു പകരം ഇത്തരം ഒരു പ്രകോപനപരമായ നിലപാട് തന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. അത് എന്തിൻ്റെ പേരിലാണ് തന്ത്രി ചെയ്തത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി തന്നെ ഇത് പരിശോധിക്കണം. ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള മേൽനോട്ട സമിതി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. നേരത്തെ സ്ത്രീകൾ കയറിയാൽ നടയടയ്ക്കും, അതുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിയമോപദേശം തേടിയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. തന്ത്രി BJPയുമായി ആലോചിച്ചിട്ട് തന്ത്രി ഇക്കാര്യം ചെയ്തു, അങ്ങനൊരു ആരോപണം ഉണ്ടാകും. അതിൻ്റെ എന്താണ് ചെയ്തതെന്നുള്ളത് തന്ത്രി പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. തന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് നടയടക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടായിരുന്നു, സ്ത്രീകൾ കയറുകയാണെങ്കിൽ നടയടക്കണം എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ നിർദ്ദേശം കൊടുത്തു എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു കൂടിയാലോചന നടന്നു എന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്ത്രി നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് ഏതെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആരിടപെട്ടാലും ഈ നടപ്പാക്കിയത് തന്ത്രിയാണ്. അപ്പോൾ ഉത്തരവാദിത്വം തന്ത്രിയുടെ മേലെയാണ് വരിക. സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ട ആൾ തന്നെ സുപ്രീം കോടതി വിധി ലംഘിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അത് ആര് നിർദ്ദേശിച്ചിട്ടായാലും അത് ചെയ്തത് സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കലാണ്. രാവിലെ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നെ എന്തുകൊണ്ടായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമില്ല, CCTV പരിശോധിക്കട്ടെ, സർക്കാർ സ്ഥിരീകരിച്ചിട്ട് പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതൊന്നും സ്ഥിരീകരിക്കുന്നില്ല? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താണ് നിലപാടെടുത്തതെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് എന്താ വിവരം കിട്ടാതായി പോയത് എന്നുള്ളത് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. സർക്കാരിൻ്റെതായ റിപ്പോർട്ട് പ്രകാരം സ്ഥിരീകരണം കൊടുക്കാൻ
കഴിഞ്ഞപ്പോഴാണ് സർക്കാർ സ്ഥിരീകരണം കൊടുത്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടാകുക. ഈ ദേവസ്വം അത്തരത്തിലുള്ള വിവരം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കിട്ടാതായി പോയത് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചാലേ പറയാൻ സാധിക്കുള്ളൂ. ഈ ദൃശ്യങ്ങൾ രാവിലെ പുറത്തു വന്നതിന് പിന്നാലെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പരിഹാരം ചെയ്യാൻ തന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ പാർട്ടിക്ക്? അതിൽ പരിഹാരക്രിയയുടെ പ്രശ്നം ഇവിടെ ഇല്ല. ഇത് സുപ്രീം കോടതി വിധി നടപ്പാക്കിയാൽ പരിഹാരക്രിയ ചെയ്യണമെന്ന് കാര്യമൊന്നുമില്ല. ഇത് പരിഹാരക്രിയയുടെ പ്രശ്നം ഇതിനകത്ത് ഉത്ഭവിക്കുന്നില്ല. ഇത് സുപ്രീം കോടതി വിധിപ്രകാരം ഏത് പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആചാരങ്ങൾ ഭരണഘടനയ്ക്ക് താഴെയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശം ലംഘിച്ചുകൊണ്ട് ആചാരങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ല. ആചാരങ്ങൾ പലതും ഇവിടെ ഉണ്ടായിരുന്നു. ആചാരങ്ങൾ പലതും മാറിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും പണ്ടുണ്ടായിരുന്ന ആചാരങ്ങൾ മാറിയ ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് മുമ്പെങ്ങാനുണ്ടായിരുന്നൊരു ആചാരം അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പരിഹാരക്രിയയും പ്രശ്നങ്ങളുമായി പോകേണ്ടത് എന്തിനാണെന്നുള്ളത് ബന്ധപ്പെട്ടവരാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സുപ്രീം കോടതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ല. സാങ്കേതികമായി ഇത് നടപ്പാക്കിയത് നമുക്ക് അവകാശപ്പെടാമെങ്കിലും ഇരുളിന്റെ മറവിൽ ആളെ കയറ്റുകയാണ്. ഈ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടയടച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു. അത് കോടതി വിധിക്ക് എതിരാണ്. വിശ്വാസ സംരക്ഷണം എന്ന രീതിയിൽ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നത് തെറ്റാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. യുവതികൾ മല ചവിട്ടിയതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതലുണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾക്കൊടുവിൽ ഇപ്പോൾ തന്ത്രി നടയടച്ചിരിക്കുന്നു. CPM തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടയടയ്ക്കാൻ തന്ത്രിക്ക് അവകാശമില്ല. ആചാര ലംഘനം നടന്നുവെങ്കിലും നടയടയ്ക്കാൻ അവകാശമില്ല. അത് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ.